പണ്ട് കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിച്ചിരുന്ന ഒരു വിഭാഗമാണ് ദളിതർ. സത്യത്തിൽ ആരാണ് ദളിതരെ അങ്ങനെയാക്കിയത്? ഇന്ന് അതേ അവസ്ഥയിലേക്ക് മുസ്ലിം സമുദായത്തെയും എത്തിക്കുന്നുണ്ട്. അതാരാണ്? ഈ ദളിത് എവിടെ നിന്നുണ്ടായി, ആരവരെ ഇങ്ങനെ ആക്കി, ആരവരെ ഇങ്ങനെ കണ്ടു എന്നുള്ളതും കൂടെ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഇത് പഠിക്കുന്ന സമയത്താണ് ആക്ച്വലി ഇങ്ങനെ ഒരു കാര്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. നമ്മൾ വളരെ ചെറിയ ക്ലാസ് തൊട്ടേ ഒരു 8ാം ക്ലാസ് 9ാം ക്ലാസ് മുതൽ തന്നെ നമ്മൾ ഈ ജാതി വ്യവസ്ഥയുടെ കാര്യങ്ങളൊക്കെ പഠിച്ചു വരുന്നുണ്ട്. അപ്പോൾ പല സമയങ്ങളിലും നമ്മൾ തെറ്റിദ്ധരിച്ചു പോകാൻ സാധ്യതയുള്ള പല കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നുണ്ട്. ഈ കാലഘട്ടത്തിലും നമ്മളത് പഠിക്കുന്നുണ്ട് എന്നുള്ളത് ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഈ ദളിത് എന്ന് പറയുന്ന വിഭാഗം താഴ്ന്ന ജാതിയിൽപ്പെട്ട ആൾക്കാരാണ്. അത് അൺടച്ചബിൾസ് എന്നാണ് അവരെ പറയുന്നത്. അതായത് ജാതി പിരമിഡ് നോക്കിക്കഴിയുമ്പോൾ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ, പിന്നെ ദളിത് എന്നിട്ടൊരു ബ്രാക്കറ്റിൽ അൺടച്ചബിൾ എന്നാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ചരിത്രം പഠിക്കുമ്പോൾ ഇത് പഠിക്കേണ്ട ആവശ്യമുണ്ട്, നിർബന്ധമായിട്ടും ഇത് പഠിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം മുൻപത്തെ കാര്യമാണല്ലോ, നടന്നു കഴിഞ്ഞ കാര്യത്തിനെയാണ് നമ്മൾ ചരിത്രമായിട്ട് രേഖപ്പെടുത്തുന്നത്. അപ്പം ഇങ്ങനെയായിരുന്നു നമ്മുടെ പണ്ടുള്ള കാലം, അല്ലെങ്കിൽ മുൻപുള്ള കാലം ഇങ്ങനെയായിരുന്നു എന്ന് അടയാളപ്പെടുത്താനായിട്ട് ഇതൊക്കെ ആവശ്യമാണ്, ഈ ടേംസ് ഒക്കെ ആവശ്യമാണ്, ശരിയാണ്. പക്ഷേ ഈ ദളിത് എവിടെ നിന്നുണ്ടായി, ആരവരെ ഇങ്ങനെ ആക്കി, ആരവരെ ഇങ്ങനെ കണ്ടു എന്നുള്ളതും കൂടെ പഠിക്കേണ്ടതായിട്ടുണ്ട്. ദളിത് എന്ന വാക്കിന്റെ അർത്ഥം ആക്ച്വലി ഈ പല വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെ, ചിതറിക്കിടക്കുന്ന ആൾക്കാരെന്നാണ് അതിന്റെ അർത്ഥം. പല വിഭാഗത്തിൽപ്പെട്ട, പല കുലത്തിൽപ്പെട്ട ആൾക്കാരെ ഒന്നിച്ച് കൂട്ടി യോജിപ്പിച്ചതാണ് പിന്നീട് ദളിത് എന്ന് പറയുന്ന വിഭാഗമായിട്ട് മാറിയത് എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ നമ്മളെ പഠിപ്പിച്ചതല്ല, ഇത് ആരും എന്നെ പഠിപ്പിച്ചതല്ല, ഇത് ഞാനായിട്ട് അറിയാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് കിട്ടിയ അറിവാണ് കേട്ടോ. ഇങ്ങനെ ഇതും കൂടെ പഠിപ്പിക്കേണ്ടതായിട്ടുണ്ട്. പിന്നീട് അവർ ചെയ്യുന്ന ജോലിയുടെ അടിസ്ഥാനത്തിലും അവരുടെ ശാരീരികമായ പ്രയത്നത്തെയും ഒക്കെ കളിയാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ മോശമായി കണ്ടുകൊണ്ടാണ് ഇത്തരം ഒരു വിഭാഗം താഴ്ന്ന ജാതിയാണെന്നും, അല്ലെങ്കിൽ ആരൊക്കെയോ അവർക്ക് ഇപ്പോഴും സ്വാതന്ത്ര്യം നേടിക്കൊടുക്കേണ്ട ആവശ്യമുണ്ടെന്നും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അത് ഒരു തെറ്റായ ധാരണയാണ്. കാരണം നമ്മൾ അവർക്ക്, അല്ലെങ്കിൽ ആരും അവർക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കാനുള്ള ആൾക്കാരല്ല, അവർക്കുള്ള അതേ സ്വാതന്ത്ര്യമാണ് ഇവിടെ നമുക്കും ഉള്ളത്. മനുഷ്യൻ എന്ന് പറയുന്നത് ഒറ്റ സ്പീഷീസ് ആണെന്നും, ഇതൊക്കെ ആരൊക്കെയോ കൊണ്ടുവന്ന സംഭവങ്ങളാണെന്നും, ആരിവരെ എങ്ങനെ ആക്കി, ഇപ്പോൾ അങ്ങനെയല്ല.